ഹായ് ഹലോ വെൽക്കം ടു ഹോം ഡയറീസ്. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി വാട്ടർ ടാങ്ക് ക്ലീനിങ്ങും ടെറസ് ക്ലീനിങ്ങും ആണ്. ആക്ച്വലി വാട്ടർ ടാങ്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നേരമായി. പിന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അമ്പിളിയാണ് ടാങ്ക് കഴുകാൻ വേണ്ടിയിട്ട് അതിനുള്ളിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ അവളത് കഴുകുന്ന ഗ്യാപ്പിൽ ഞാൻ ടെറസും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ടുള്ള ഇതൊന്നും ഇല്ല എങ്കിലും അവിടെ ഇവിടെ കുറച്ചായിട്ട് കരിയിലകളും പിന്നെ നമ്മൾ ഈ മണ്ണും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് അടിച്ചു വിടാം. അപ്പോൾ ആ ഗ്യാപ്പിൽ ടെറസും ഒന്ന് ക്ലീൻ ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അടിച്ചു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അൻവിക്കുട്ടനും ഉണ്ട് എൻ്റെ കൂടെ. അവനവിടെ നിന്നിട്ട് മാങ്ങകൾ കുഞ്ഞി കുഞ്ഞി കണ്ണിമാങ്ങകളും ഒക്കെ പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മെയിനായിട്ട് കരിയിലുള്ള ഭാഗം ഇപ്പം അൻവി നിൽക്കുന്ന ഭാഗത്ത് മാവിലെ കൊമ്പുകളൊക്കെ ടെറസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ചുവട്ടിലാണ് കുറച്ച് കരിയില കാര്യമായിട്ടുള്ളത്. അപ്പം ഞാൻ ഓരോ കൊമ്പ് ഇങ്ങനെ പൊന്തിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ അടിച്ചു വാരി. അപ്പം അവിടെ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. ഒരു 3-4 ഇങ്ങനെ പഴുക്കാനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളത് എനിക്ക് വലിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു അവൻ നമുക്കത് പഴുത്തിട്ട് വലിക്കാമെന്നൊക്കെ പറഞ്ഞ് ആളെ സമാധാനപ്പെടുത്തി. പിന്നെ ഈ അടിച്ചു വരുന്നതിൻ്റെ ഗ്യാപ്പിൽ അമ്പിളി എന്നെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് ടാങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അതവൾ കുഞ്ഞി ബക്കറ്റിൽ പെയിൻറ്റിൻ്റെ ബക്കറ്റിലാക്കി തരും. അപ്പം ഞാനതുകൊണ്ട് ഒഴിച്ചും കളയുന്നുണ്ട്. പിന്നെയും ഞാൻ വീണ്ടും വന്നു അടിച്ചു വാരലായി. അപ്പോൾ ഏകദേശം അടിച്ചു വാരൽ കഴിയാനായിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളത്, ഇങ്ങനെ കറുത്ത മണ്ണുകൾ പായൽ പോലെയൊക്കെ ഉള്ളതിൽ അതൊക്കെ ഉണങ്ങിയതിൻ്റെ മണ്ണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. കരിയില എന്ന് പറയുന്നത് ആ ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഫുള്ളും ഞാൻ അവിടെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷീറ്റിലോട്ടാണ് ഈ കരിയിലൊക്കെ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അടിച്ചു കൂട്ടിയിട്ട് നമ്മൾ ബാക്കിൽ തെങ്ങിൻ്റെ ചുവട്ടിൽ കൊണ്ടിടും, അല്ലെങ്കിൽ ഒരു ഭാഗത്തിട്ടിട്ട് കത്തിക്കുകയോ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടിച്ചു കൂട്ടി. എന്നിട്ട് ചേച്ചിയാണ് കേട്ടോ അത് വന്ന് എടുത്തത്. എനിക്കത് വീഡിയോ എടുക്കാൻ മറന്നു. ആ ഗ്യാപ്പിൽ ഞാൻ വീണ്ടും ഇത് അടിച്ചു കഴിഞ്ഞതും അമ്പിളി വിളിച്ചപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയി. ചേച്ചി അപ്പോഴേക്കും കരിയില കൂട്ടിക്കൊണ്ടുപോയി കത്തിച്ചു. അങ്ങനെ നമ്മുടെ ടെറസ് ഫുള്ളും ക്ലീനായി. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷീറ്റിൽ കണ്ടോ കരിയില, ഞാൻ അമ്പിളി തന്ന വെള്ളം ആക്ച്വലി ഈ ഷീറ്റിൻ്റെ മുകളിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കരിയിലൊക്കെ പോയി ഇങ്ങനെ നീറ്റായി. പിന്നെ ഈ വെള്ളം പോകുന്നത് നേരെ നമ്മുടെ മാവിലോട്ടാണ്. അപ്പോൾ മാവിനും വെള്ളമായി. പിന്നെ ബാക്കിയുള്ള വെള്ളം ഫുള്ളും ടെറസിലും ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുത്തു. തണുപ്പിന് വേണ്ടിയിട്ട് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അങ്ങനെയും പറയാം. അങ്ങനെ ആ വെള്ളം ബാക്കി അവിടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ടാങ്ക് ഈ പരുവത്തിൽ ക്ലീൻ ആയിട്ടുണ്ട്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്.